താനൂർ CPIM പ്രവർത്തകർക്കെതിരെ ആരോപണവുമായി നന്നമ്പ്ര കൊടിഞ്ഞി കടുവാളൂർ സ്വദേശി CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധം തീർത്തും ആസൂത്രിതമാണെന്നും ഇയാൾക്ക് പിന്നിൽ മുസ്ലിം ലീഗാണെന്നും CPIM നേതാക്കൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളരെ അടിയന്തരമായിട്ട് പത്രക്കാരെ കാണാൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മലപ്പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഇയാസ് പൂവാട്ടിൽ എന്ന് പറയുന്ന ഒരാൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ ഇന്നലെ ഒരു പ്രതിഷേധവുമായി വന്നിരുന്നു. ആസൂത്രിതമായ ഒരു പ്രതിഷേധമാണത്. വസ്തുതാപരമായിട്ടൊരു കുലബന്ധം പോലില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഇയാസ് പൂവാട്ടിൽ കൊണ്ടുവന്നത്. ഇവരെ അതിൽ വളരെ നമ്മളെന്തോ ദ്രോഹം ചെയ്തു, CPIM എന്തോ ദ്രോഹം ചെയ്തു എന്നുള്ള രീതിയിലാണ് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആ പ്രതിഷേധം കൊണ്ടുവന്നത്. CPIMന്റെ ഇതിൽ തുറന്ന മനസ്സാണുള്ളത്. ഒരാളുടെ പേരിൽ 5 സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. വേറൊരു ഭൂമി നിലവിലില്ല എന്നുണ്ടെങ്കിൽ അത് ഭൂമി തരം മാറ്റുന്നതിനോ നികത്തുന്നതിനോ ഞങ്ങൾ സമ്മതിക്കേണ്ട, CPIM സമ്മതിക്കേണ്ട. ഭരണപരമായി തന്നെ നിയമപരമായി തന്നെ അവർക്ക് അവകാശമുണ്ട്. അത് നമുക്കറിയാം. നമുക്ക് നിയമത്തിൽ തന്നെ ഉള്ളൊരു കാര്യം. 5 സെന്റ് താഴെയല്ല, 5 സെന്റ് 10 സെന്റ് താഴെയെന്ന് എനിക്ക് തോന്നുന്നു പഞ്ചായത്തുകളിൽ. ഭൂമി മാത്രം കൈവശമുള്ള ഒരാൾക്ക് നികത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കും. അതിന് പ്രത്യേക ഫീസ് പോലും സർക്കാർ കിട്ടാറുന്നില്ല. തരം മാറ്റാനുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ്. പിന്നെ ഇതിലെന്താ തടസ്സമുള്ളത്? പിന്നെ CPIMനെ എങ്ങനെ തടസ്സപ്പെടുത്താൻ പറ്റുക? ഇത് തടസ്സം വരുന്നത് ഇവന്റെ പേരിൽ റിയാസ് എന്ന് പറഞ്ഞ ആളെ പേരിൽ വേറെ ഭൂമിയുണ്ട്. 9 സെന്റ് ഭൂമി, 11 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. ആ 9 സെന്റ് ഭൂമി അവരുടെ പേരിലുണ്ട്. ഏതാണ്ട് 40 വർഷത്തോളം പഴക്കമുള്ള തെങ്ങ്, നല്ല നികത്തിയ സ്ഥലം, പറമ്പെന്ന് അവൻ്റെ പേരിലുണ്ട്. ആ സ്ഥലം നിലനിൽക്കുകയാണ് ഇവരിന് അനുമതി കൊടുത്തത്. ഇതിന് പിന്നിൽ അവിടുത്തെ ഭൂമാഫിയുണ്ട്. ഞങ്ങൾ മുമ്പ് പല പ്രാവശ്യം അവിടുത്തെ ഇതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അവിടെ പാടം മുഴുവൻ തൂർത്തിട്ട് ആ പാടം തൂർത്ത് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാനും ഓഡിറ്റോറിയം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഏതാണ്ട് 3 ഏക്കർ 4 ഏക്കറിൻ്റെ അടുത്ത ഭൂമി ടോട്ടൽ ഇതുണ്ട്. ടോട്ടൽ ഭൂമി 4 ഏക്കറോളം. ഇതിൽ 5 സെന്റ് ഭൂമി വരെ സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. റിയാസിന് സൗജന്യമായിട്ട് കൊടുത്തിട്ട് അവിടെ വീട് നിർമ്മാണം നടത്തി ഇത് തൂർക്കലിനുള്ള പ്രക്രിയ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് കളക്ടർ നിശ്ചയിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നിശ്ചയിച്ചിട്ടുണ്ട്, വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും ഇതിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. കളക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന് പറഞ്ഞിട്ട് കളക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ CPIMന്റെ പേരിൽ എന്താ ആക്ഷേപം ഉന്നയിക്കാനുള്ളത്? ഇതിൽ ഞങ്ങൾ നിയമപരമായിട്ട് അർഹത ഉണ്ടെങ്കിൽ പിന്നെ CPIM ഇതിന് തടസ്സം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെയെങ്കിലും തടസ്സം നിന്നിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ കടലാസുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നു. എല്ലാ കടലാസുകളും ഇവിടെ ഉണ്ട്. കളക്ടറും പേര് ഓർഡർ ഇട്ട്. പിന്നെ അവിടെ അത് ആ സ്ഥലത്ത് ഞാൻ പറഞ്ഞ 5 ഏക്കർ സ്ഥലമാണ്. അവിടെ ഈ സ്ഥലത്ത് ഭൂമാഫിയ നിരത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ തുടർന്ന് മുഴുവൻ അത് നിരത്തി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അതവിടെ ചുറ്റുപാടുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പാലി സ്ഥലമാണ്, പാലി ഭൂമിയാണ്. അവിടെ തെങ്ങ് തൈ വെക്കിയേ പാടം തൂർത്തതായിട്ട് മുമ്പ് പാടം തൂർത്ത് തെങ്ങിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഇല്ല. വെറും കാലി സ്ഥലമാണ്. നിങ്ങൾ പോയി കണ്ടാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് CPIMനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന്റെ പിന്നിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആസൂത്രിതമായി ഇയാളുടെ പിന്നിൽ പ്രവർത്തിക്കുകയും CPIM ജില്ലാ കമ്മിറ്റി ഇതൊക്കെ തീക്കൊള്ളി കൊണ്ട് തലചൊതിയിലാണ്. ഒരു ഓഫീസിന് മുന്നിൽ നടക്കുക എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യം ഇങ്ങനെയാണെങ്കിൽ എത്ര ഓഫീസുകൾ ഇവിടെ ഉണ്ട്? ലീഗിന് ഓഫീസില്ല. ലീഗിന്റെ തറവാട് ഇവിടെ ഇല്ലേ? അതിന്റെ മുന്നിലൊക്കെ ആൾക്കാരെ കൊണ്ട് എത്താൻ പറ്റും. സമരവുമായി ബന്ധപ്പെട്ട് ലീഗാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആസൂത്രിതമായ സമയത്തിന് വസ്തുതാപരമായി നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമില്ല. എന്തിനും ഒരാളെ ഞങ്ങൾക്ക് ദ്രോഹിക്കേണ്ട കാര്യം? ഒരു പാവപ്പെട്ടുള്ള 5 സെന്റ് ഭൂമി, എത്രയോ ഏക്കർ ഭൂമി നിരത്തി പോകുന്നുണ്ട്. അപ്പൊ 5 സെന്റ് ഭൂമി ഒരാൾ നിയമപരമായി തരം മാറ്റിയിട്ട് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ആ നിയമപരമായിട്ട് അവർ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അതിന് ഞങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ കഴിയൂ. CPIM എന്ന രൂപത്തിലോ നിയമപരമായിട്ടോ ഞങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയും. പരാതി കൊടുത്തു, പോലീസിൽ ഒരാൾ പരാതി കൊടുത്തു. പോലീസ് അതിന് കേസെടുത്ത് അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയോ പാർട്ടിയോ തറ വിളിച്ചാൽ പിടിക്കട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു മറക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളാരും തറ വിളിക്കാൻ പോയില്ല. ഓൻ തന്നെ വിളിച്ചിട്ടിട്ട് പരാതി പോലീസ് കൊണ്ടുകൊടുത്തു. പോലീസ് കൊണ്ടുകൊടുത്തൊരു പേരാണ് വിളിച്ചത്. ഇതൊക്കെ ആസൂത്രിതമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അടിസ്ഥാന പ്രശ്നം. ഞങ്ങൾ തറ വിളിച്ചില്ലെന്നൊക്കെ നമുക്ക് നോക്കാം. ആസൂത്രണം എൻ്റെ അടിസ്ഥാന പ്രശ്നം. ഇതന്നെ ഒരു 5 സെന്റ് ഭൂമി ഉണ്ട്. ആകെ 5 സെന്റ് ഭൂമിയേ ഉള്ളൂ. ആ 5 സെന്റ് ഭൂമിയിൽ വരെ വീട് വെക്കാൻ സമ്മതിക്കണില്ല എന്നുള്ളതല്ലേ പ്രശ്നം. ഞങ്ങൾ തറ വിളിച്ചോ പോലീസ് കേസ് എടുത്തില്ല നിയമപരമായിട്ട്. അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് പോലീസ് നടപടിക്കട്ടെ. അതിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിക്കോ പാർട്ടിക്കോ പങ്കുണ്ടെങ്കിൽ പിടിക്കട്ടെ. അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് കുളിക്കാൻ പോയിട്ടില്ല. കുളിക്കാൻ കളക്ടർ ഉത്തരവിട്ടതല്ലേ? ആർക്കും വിളിച്ചോട്. കളക്ടർ ഉത്തരവിട്ടതാണ് ഈ പൂർവ്വസ്ഥിതിയിലാക്കണ ഈ പ്രദേശം മുഴുവൻ. ഉത്തരവിട്ട് കോപ്പിങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ. അതിനെന്താ പ്രശ്നം? പുറത്തുനിന്ന് ആളിട്ട് പോലീസ് FIR ഇട്ടുണ്ട്. ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. പിന്നെ അതിനെ കുറിച്ച് കയറുന്നല്ലോ. എന്താ കടലാസ് ഇട്ടിട്ടുള്ളത്? പോലീസ് FIR അന്വേഷിക്കട്ടെ. സുബേറോ ഞങ്ങളോ ഞാനോ സമതോ ആരാണെങ്കിലും പിടിച്ചോട്ടെ.
ഒരു വിഷയവും ഞങ്ങൾക്ക് റിയാസാണ് പൊളിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സംശയം വേറെ ആരാ പൊളിക്കാനുള്ള സാധ്യതകളല്ലേ? പോലീസ് എഫ്ഐആർ ഇട്ടത് പോലീസ് എഫ്ഐആർ ഇട്ടത് ആരുടെ പേരിലായാലും അന്വേഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചോദ്യം വീണ്ടും നിങ്ങൾ ആവർത്തിക്കല്ലേ. ഞങ്ങൾക്ക് തുറന്ന സമീപന കാര്യത്തിലുള്ള വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് പ്രശ്നം കാട്ടണ്ട. ആരുടെ പേരിലായാലും കേസ് എടുത്തോട്ടെ, അന്വേഷിക്കട്ടെ. പ്രതികൾ ആരാണെങ്കിലും പിടിക്കട്ടെ. അത് CPI അനധികൃതമായിട്ട് പൊളിച്ചെന്നുണ്ടെങ്കിൽ അതും പൊളിച്ചോട്ടെ. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അന്വേഷണം നടത്തട്ടെ. മുസ്ലിം ലീഗാണ് അവിടെ ഭൂമാഫിയക്ക് പിന്നിൽ പലരും ഉണ്ട്. അതിൽ ഒന്നാം കക്ഷി ലീഗ് തന്നെയാണല്ലോ. അദ്ദേഹം ഇപ്പൊ ഈ പ്രശ്നങ്ങൾ പാർട്ടി ഓഫീസിന് മുമ്പിൽ സമരം നടത്തും. 2020 തുടങ്ങി. 2020 ഈ 297 പിന്നെ സബ് ഡിവിഷൻ 1 മുതൽ 7 വരെ 3 ഏക്കർ 35 സെന്റ് ഭൂമിയുണ്ട്. അതിൽപ്പെട്ട 72 സെന്റ് ഭൂമി നികത്തി ഓഡിറ്റോറിയം നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചത് 2000-ലാണ്. അന്ന് അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ച് മാസ് പെറ്റീഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ട് അത് കലക്ടർ പിന്നെ നിർത്തിവെപ്പിച്ചെന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പിന്നെ ഈ തരമാറ്റലും അവസാനിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന് കലക്ടർ ഓർഡർ ഇടുന്നത് 2021-ലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവൻ ഈ ഭൂമി ഇവർക്ക് കൊടുത്തിട്ട് ഇവൻ പഴയ ഒരു പിന്നെ ഡിവൈഎഫ്ഐക്കാരൻ എന്നുള്ള രീതിയിൽ ഇവനൊരു 5 സെന്റ് കൊടുത്ത് ഇവനെ കൊണ്ട് ഇത് തീർത്താൽ അപ്പോൾ ആരും പിന്നെ പ്രതികരിക്കില്ല, പെർമിഷൻ കിട്ടും എന്നൊക്കെയാണ് ഈ ഭൂമാഫിയ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഇവന്റെ പേരിൽ വേറെ ഭൂമിയുണ്ട്. 2 കൊല്ലം മുമ്പ് ഇവർക്ക് കൊടുക്കുമ്പോൾ ഭൂമിയുണ്ട്. ഇപ്പൊ കിട്ടാതായപ്പോ കലക്ടർ റദ്ദാക്കിയപ്പോ ഇവൻ ചെയ്ത പണി എന്താ? 6 മാസം മുമ്പ് ഇവന്റെ പേരിലുള്ള ഭൂമി ഇവന്റെ ഭാര്യ സഹോദരന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അതിന്റെ രേഖ ഞങ്ങൾ കൊടുത്ത പരാതി, അത് പൗരസമിതി കൊടുത്ത പരാതി, ഇത് CPI കൊടുത്ത പരാതിയാണ്. കൊടിഞ്ഞിയിലുള്ള ജനകീയ പൗരസമിതി കൊടുത്ത കളക്ടർക്ക്, മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും കൊടുത്ത പരാതിയുടെ കോപ്പി 2021 കൊടുത്ത പരാതി. റിയാസ് പാർട്ടി പ്രവർത്തകരാണോ? റിയാസ് ഒരു പാർട്ടി പ്രവർത്തകർ കക്ഷി ചേർക്കും. നിരന്തരമായിട്ട് അയാൾ വന്നപ്പോഴൊക്കെ ഇയാളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല, ആ പാടം മുഴുവൻ തൂക്കും. നിങ്ങൾക്കിത് ഒരു ചെറിയ സ്ഥലം തന്നിട്ട് അവിടെ തൂർത്ത് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ച് ആ പാടം മുഴുവൻ തൂർത്ത് അവിടെ ഓഡിറ്റോറിയം മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് റിയാസിനെ ബോധ്യപ്പെടുത്താൻ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളൊക്കെ ശ്രമിച്ചതാണ്. പിന്നെ ഞങ്ങൾ ആരെ കൂടെയാണ് നിൽക്കേണ്ടത്? ഇനി അതിനു വേണ്ടി പ്രവർത്തിക്കുക. സ്വന്തം കുടുംബക്കാരൻ്റെ പേരിൽ തൻ്റെ പേരിലുള്ള ഭൂമി രജിസ്റ്റർ ചെയ്ത് മാറ്റി കൊടുക്കുക, എന്നിട്ട് തൻ്റെ പേരിൽ ഭൂമി ഇല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പരിപാടി എടുക്കുക. ഇതൊക്കെ ഈ തെറ്റൊക്കെ ചെയ്തത് റിയാസാണ്. റിയാസ് ഇത് മാർക്കോ വേണ്ടി കളിക്കുന്ന ഒരു പാവയാണ്. മറ്റൊരുപാട് കാര്യങ്ങൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി സുബേറിനെതിരായിട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചു, വലിയ തരത്തിലുള്ള പരാതികൾ കൊടുത്തു, വലിയ തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. പാർട്ടി തന്നെ ഇത് അവിടെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാണ്. ഞങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ നാളേക്കൊക്കെ CPI തടസ്സപ്പെടുത്തും. നിയമപരമായിട്ട് ഒരാൾക്ക് 5 സെന്റ് ഭൂമി അല്ലെങ്കിൽ പഞ്ചായത്തിൽ 10 സെന്റ് ഭൂമി വരെ തൂർക്കാമെന്നിരിക്കെ ഞങ്ങൾക്ക് എങ്ങനെയും തടസ്സപ്പെടുത്താൻ പറ്റിയത്? അപ്പൊ തടസ്സപ്പെടുന്നത് കളക്ടർ എങ്ങനെ ഓർഡർ ഇടുക, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എങ്ങനെ ഓർഡർ ഇടുക, വില്ലേജ് ഓഫീസർ എങ്ങനെ റിപ്പോർട്ട് കൊടുക്കുക? അപ്പൊ ഇതൊക്കെ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ടല്ലോ. പൂർവ്വസ്ഥിതിയിലാക്കാൻ അവിടെ എല്ലാ തരം മാറ്റലുകളും പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആസൂത്രിതമായിട്ട് CPI അപകീർത്തിപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ലീഗ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ലീഗാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അയാളെ CPI ഓഫീസിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അത് ലീഗിന്റെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്ക് പറയുന്നത്. ഒരു ഓഫീസിന് മുന്നിൽ സമരം നടത്തുക. ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങളുടെ ജാഥയിലാണ്, പാർട്ടി ജാഥയിലാണ്. ഈ സമയത്താണ് അവിടെ സമരം നടക്കുന്ന വിവരം അറിയുന്നത്. അതൊക്കെ വളരെ മോശപ്പെട്ട പ്രവണതയാണ്. അത് ഉണ്ടാക്കാൻ പോണ എത്രയോ പാർട്ടിക്കാർക്ക് ഇവിടെ ഓഫീസിൽ നിങ്ങൾ എവിടെയെങ്കിലും സമരം നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുമ്പിൽ സമരം നടത്തിയതായിട്ട് ഞങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചു. നിയമപരമായിട്ട് പോയിക്കൂടെ? കോടതിയുടെ ഉത്തരവ്, കോടതിയിലെ നാട്ടിൽ നീതിന്യായ സംവിധാനങ്ങളില്ലേ? ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? അതിന്റെ അപ്പുറത്തേക്കാണ്. ഇത് വസ്തുത നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇതിൽ യാതൊരു അടിസ്ഥാനം ചെയ്യാത്ത കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ വന്ന നടപടി കോടതി ഉൾപ്പെടെ പോവുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പോകുമ്പോഴാണ് കായികമായിട്ടുള്ള ഒരു സമീപനം. പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കാര്യമുള്ളൂ. കായികമായിട്ട് ഞങ്ങൾ നേരിട്ടുണ്ട്, നിയമപരമായിട്ട് നോക്കുക. ഇപ്പൊ ഇവരുടെ പേരിൽ എഫ്ഐആർ എടുക്കാത്ത പ്രശ്നമില്ലല്ലോ. ഓന്റെ ആക്ഷേപം ശരിയാണെങ്കിൽ ഇവരുടെ പേരിൽ പോലീസ് പരാതി എടുക്കണില്ല, കേസ് എടുക്കണില്ല എന്ന് പറയണെങ്കിൽ ശരി. അല്ല, കേസ് എഫ്ഐആർ എടുക്കുന്നുണ്ട്. അത് അതൊക്കെ വെറുതെ പറയണ. എന്നാണോ പരാതി കൊടുത്ത് അന്ന് കേസ് എഫ്ഐആർ ഇട്ടിരുന്നത്?
ആ FIR ഇട്ട് പോലീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല അത് ചെയ്തത്, നിങ്ങൾ അന്വേഷിച്ചോളൂ, പരാതി FIR ഇട്ട് അന്വേഷിച്ചോളൂ. ഞങ്ങൾ ആരെങ്കിലും അതിൽ പ്രതിയാണെങ്കിൽ കുറ്റക്കാരായിക്കോട്ടെ, ഞങ്ങൾക്ക് അതിൽ വേവലാതില്ല. ഞങ്ങൾ പരാതി കൊടുക്കുന്നത് സമരം നടത്തുന്നത് തെറ്റ്, അതൊക്കെ ശരി. ഇതിലെവിടെ നിയമമുള്ളത്? നിയമവിരുദ്ധമായ കാര്യത്തിൽ നിങ്ങളെല്ലാവരും കൂടി കൂട്ടിക്കാൻ നടക്കുക. ഒരാൾ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ ഒരു ഒരു നിലയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സ്ഥിതിയാണത്? അതിന് ആസൂത്രിതമായ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ട്. ഒരു വലിയ വാർത്ത ഉണ്ടാക്കുക, CPIM-നെതിരായിട്ട് ഒരു പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരന് വീടുണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് എല്ലാം തന്നെ അങ്ങനെയാണല്ലോ ഈ വർഗീയവാദമല്ലേ ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക, വലിയ വാർത്തയൊക്കെ നവമാധ്യമങ്ങളിൽ കൊണ്ടുവരിക. ഇതിൽ എന്തെങ്കിലും നിയമപരമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, അത് ഞങ്ങൾ അപ്രൂവ് ചെയ്യും. റിയാസ് സ്ഥിരം പ്രശ്നക്കാരനാണോ പ്രദേശത്ത്? റിയാസ് എല്ലാ കാലത്തും പ്രശ്നക്കാരനാണ്. അതുകൊണ്ടല്ലേ മറ്റേ തലയിട്ട് വിളിച്ചത്, അത് വ്യക്തമല്ല. അതിനെ പറയാറില്ല, അത് നിങ്ങൾ അന്വേഷിച്ചില്ല. ഒരാളെ തലയിട്ട് വിളിച്ചവൻ പ്രശ്നക്കാരനല്ലേ? മെഡിക്കൽ കോളേജിലല്ലേ കിടന്നിരുന്നത്? ഇയാള് മുൻ ഡിവൈഎഫ്ഐന്റെ ചുമതലയൊക്കെ മുൻ ഡിവൈഎഫ്ഐ ഒരു ചുമതല ഉണ്ടായില്ല. ഒരു അംഗമല്ല, ഒന്നിലും ഒരു അംഗമല്ല. ഒരു പാർട്ടി അനുഭാവികൾ ഇഷ്ടംമാരുണ്ടാവില്ലേ? അതിലുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. ഒരു തരത്തിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാറില്ല. ഭൂമാഫിയയുടെ പ്രവർത്തന ശക്തമാണെന്ന് പറയുന്നു, അതിനെതിരെ സമരം നടത്തിയെന്ന് പറയുന്നു, മുസ്ലിം ലീഗ് ആണെന്ന് പറയുന്നു. ഇത്ര പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരുടെ പേര് പറയാൻ പറ്റാത്തത്? ആരെ പേര്? ഈ ഭൂമാഫിയ ആരാണ് ഇതിന്റെ പിന്നിൽ? ഭൂമാഫിയ ആരാണെന്ന് നമുക്ക് അറിയില്ല. ഇതിന്റെ പിന്നിൽ ഒരു 5 സെന്റ് ഭൂമിയാണ് കൊടുത്തത്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾ പറയുന്നത് ഒന്ന് സമാധാനമായിട്ട് നോക്കൂ. നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളത് പ്രതിയാക്കാനുള്ള ആലോചനയാണ്. അതിലിപ്പോ ഞങ്ങൾ പ്രതിയാവില്ല. ഒറ്റ കാര്യമല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കേട്ടെ. അതായത് ഭൂമാഫിയക്കെതിരെ അവിടെ പാടം നികത്തി ഞങ്ങൾ സമരം ചെയ്യും. കൊടിഞ്ഞി പ്രദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മുടെ താമരപ്പാടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത നമ്മുടെ മൂല്യ കാപ്പുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പാടശേഖരമുണ്ട്. ഈ പാടശേഖരത്തൊക്കെ ഇപ്പൊ കുറെ തൂർത്തു പോയിട്ടുണ്ട്, പല കാലങ്ങളിലായിട്ട് തൂർത്തു പോയിട്ടുണ്ട്. വെള്ളിയാമ്പറത്തുനിന്ന് ഇപ്പൊ നിങ്ങൾ നോക്കൂ, അവിടെ നാട്ട് നോക്കിയുള്ള സ്ഥലങ്ങൾ കാണാം. അവിടെ നിലക്കണ പാടം തൂർക്കാനുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങളതിനെ തീർത്തു, ഞങ്ങൾ അതിൽ ഇടപെടുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് നടത്തും. അത് ഭൂമാഫിയ, ഏത് ഭൂമാഫിയ എന്ന് ആളെ പേരും നാളും സാമുദായിക സംഘടനയുടെ പേരും നാളും നോക്കിയിട്ടല്ല CPIM സമരം നടത്തുന്നത്. നിങ്ങളിപ്പം അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഒരു വെള്ളിയാമ്പറത്തന്നെയല്ലാതെ ഒരു മത സാമുദായിക സംഘടന ഞങ്ങൾക്കെതിരായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടു. ഞങ്ങളെന്താ നിയമപരമായിട്ടും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതെല്ലാവരും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ചെയ്യും. അത് റിയാസിനെ ബോധ്യപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചതാണ്. അവനിത് എങ്ങനെയെങ്കിലും തൂർത്തുണ്ടാക്കിയിട്ട് അവന് ഫലം കൊടുത്ത ആൾക്കാരുടെ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ളത്. അത് ആരാ രാഷ്ട്രീയം എന്നുള്ളത് നിങ്ങൾ നോക്കുക. പാർട്ടി ഓഫീസിന്റെ പിന്നിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത് അതിന് നിർണായകമായ പങ്ക് മുസ്ലിം ലീഗിനാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടാക്കുക, പാർട്ടിയെ ആകർഷിപ്പിക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വാർത്ത ഉണ്ടാക്കി കൊടുക്കുക, അതതിന്റെ പിന്നിലുള്ളൂ. വേറെ ഞങ്ങൾ രേഖ വെച്ചല്ലേ സംസാരിക്കുന്നത്. റിയാസിന് 5 സെന്റ് ഭൂമി നടത്താൻ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഒരു രേഖ വന്നാചാരാക്കട്ടെ. അല്ല, അത് റിയാസ് സമ്മതിക്കുന്നുണ്ട്. ഡാറ്റാ ബാങ്കിലുള്ള സ്ഥലമാണ്, ഞാൻ തരമാറ്റാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരോട് കൃത്യം കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. റിയാസ് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. 9 അന്റെ പേരിൽ ഭൂമി ഉള്ളിടത്തോളം കാലത്ത് തരമാറ്റാൻ പറ്റില്ല. എന്റെ അടുത്ത് 2-3 തവണ വന്നിട്ടുണ്ട്, ഒരു തവണ ഒന്നുമില്ല, 2-3 തവണ. അയാൾ പറഞ്ഞത് എനിക്ക് 5 സെന്റ് ഉള്ളൂ. ഞാൻ പറഞ്ഞ 5 സെന്റ് അല്ല, ഇതുണ്ട്. ഇതുകൊണ്ടാണ് എന്റെ അപേക്ഷ നിരസിക്കപ്പെട്ടത്. തരം മാറ്റാനുള്ള അപേക്ഷ ഞങ്ങളല്ല നിരസിച്ചത്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലേ നിരസിക്കാനുള്ള കാരണം. തന്റെ പേരിൽ പറമ്പുണ്ട്, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. നിങ്ങൾ ഇന്നോട് ഇങ്ങനെ വെറുതെ ചോദിച്ച് നേരം കളയാന്നല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമില്ല. ഒരാളുടെ പേരിൽ സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ, പറമ്പുണ്ടെങ്കിൽ, നിരത്തപ്പെട്ട ഭൂമി ഉണ്ടെങ്കിൽ അയാൾക്ക് നിരത്താൻ അനുമതി കൊടുക്കുമോ? അതുകൊണ്ടാണ് നിരസിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും 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 ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ? മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിൽ പാർട്ടി ഇടപെടണം, പരിഹരിക്കപ്പെടണം എന്നുള്ള എന്താ ഇതിൽ പരിഹാരം? ഞങ്ങൾ നേരം തോർക്കാൻ സമ്മതം കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു ഇതിന് തൊട്ട് പുറകില് മറ്റൊരു സ്ഥലം ഉണ്ട്, കുറച്ച് വലിയ കൂടുതൽ സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഒരു വഴി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റിയാസിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? ഇതിലൊക്കെ തെറ്റായ വല്ല കാര്യങ്ങളുണ്ട്. ഇത് ഓഡിറ്റോറിയം ഉണ്ട്, ഞങ്ങൾ വഴി ഉണ്ടാക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ആർക്കെങ്കിലും വഴി ഉണ്ടാക്കാൻ വേണ്ടി വല്ല സമ്മർദ്ദം ചെലുത്തി. ഈ സുബേറിന് വഴിന്റെ പ്രശ്നമില്ലല്ലോ. ഒരു വീടുണ്ട്, ഗോവാന്റെ വീട് അവിടെ, എന്റെ വീട് ഇവിടെ, അങ്ങനെ വീട് ഇവിടെയാണ്, മൂലക്കലാണ്. പിന്നെ ഞങ്ങൾക്ക് എന്താ അവിടെ വഴിന്റെ പ്രശ്നം? ഇതൊക്കെ ആരങ്ങളോട് പറഞ്ഞത്? ഇതൊക്കെ വസ്തുതാവിരുദ്ധ കാര്യമാണ്. നിയമല്ലേ ഈ കിടക്കുന്നത്. നിങ്ങളുടെ പിന്നിൽ വസ്തുത ഉണ്ട്. ആ വസ്തുത ഉണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? കളക്ടർ ഉണ്ട്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആകെ ഉത്തരവാദിത്ത കിടക്കും. നിങ്ങളിത് പരിശോധിച്ചാൽ ഇതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചോ? ഞങ്ങൾ ഇവിടെ വ്യക്തിവിരോധം വെച്ചിട്ട് വല്ലതും കാട്ടിയോ? ഞങ്ങൾക്ക് ഇതിനോടൊന്ന് വ്യക്തിവിരോധം. റിയാസിനെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്തതല്ല, എല്ലാവർക്കും അറിയുന്നതാണ്.
ഞങ്ങൾക്ക് അവരോട് വല്ല ഒരു വ്യക്തിവിരോധമില്ല. അവന്റെ പേരിൽ ഭൂമി ഞാൻ നിർത്തിക്കോട്ടെ, 5 സെന്റ് ഭൂമി. അതിലെ ഗൗരവം എന്നതും അത് വലിയ ചർച്ചയായതും ഇന്നലെ പുള്ളി പാർട്ടി ഓഫീസിന് മുന്നിൽ സമരം നടത്തുകയും ആ സമരം നടത്താനുണ്ടായ കാരണം CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരെ വീട് നിർമ്മിക്കാൻ ഉണ്ടാക്കിയ തറ പൊളിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് രണ്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ വിശദീകരണം എന്താ, അയാൾ നിയമപരമായി പോയിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഞങ്ങളെ പാർട്ടിക്കാരായതുകൊണ്ട് FIR ഇടാതിട്ടോ ഇല്ലല്ലോ, ഞങ്ങളതിൽ ഇടപെട്ടോ, നിങ്ങളതിൽ FIR ഇടരുത്, പിന്നെ ഞങ്ങളെ പാർട്ടിക്കാരാണ് അതുകൊണ്ട് ഇല്ല പറഞ്ഞില്ല. ഒരു തറ പൊളിച്ചിട്ടുണ്ട് അവിടെ, അവർ കെട്ടിയിട്ടാക്കിയ നിയമവിരുദ്ധമായി അവർ കെട്ടിയിട്ടാക്കി ഒരു തറ പൊളിച്ചിട്ടുണ്ട്. അത് ആര് പൊളിച്ചെന്നുള്ള ആർക്കും അറിയില്ല, നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ കൃത്യമായി പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങളും പോലീസിനോട് പറഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിച്ചോ, FIR ഇട്ടിട്ടുണ്ട്, അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്ക് അതിലൊരു വേവലാതി ഇല്ല. അതിന്റെ സ്ഥലമുടമകൾ ഇതേപോലെ 5 സെന്റ് സ്ഥലക്കാരല്ല. ശരി, ഞാൻ പറഞ്ഞ 5 സെന്റ് സർക്കാരും 10 സെന്റ് സർക്കാരും ഒന്നുമല്ല. ഞാൻ അതല്ലേ പറഞ്ഞു, ഭൂമാഫിയ ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഈ റിയാസിന് 5 സെന്റ് കൊടുത്തതിന്റെ പിന്നിലും ഭൂമാഫിയ ഉണ്ട്. ഇവ ആരൊക്കെ നികത്തിയിട്ടുണ്ടോ, അതെ, എത്ര ആൾക്കാർ നികത്തിയിട്ടുണ്ടോ, അതിന്റെ കളക്ടർ ഓർഡർ ഇതാ, കളക്ടർ ഓർഡറാണ് ഈ കയ്യിലുള്ളത്. അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് ആദ്യനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിന്റെ നടപടി സ്വീകരിക്കും, എന്നാലേ അവിടുത്തെ പ്രശ്നം തീരുള്ളൂ, മറ്റേ തർക്കങ്ങളിലേക്ക് പോകും. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ട്. ഇവർ ഈ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല, അതിന്റെ വീഴ്ചയുണ്ട്. ആ വീഴ്ച ഞങ്ങൾ ഇന്നലെ ഞാൻ ആർഡിയോനോട് സംസാരിച്ചു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർഡിയോന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയതാണ്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ തർക്കങ്ങളിലേക്ക് പോകരുത്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാവരുത്, കൃത്യമായ നടപടി സ്വീകരിക്കണം. അത് നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിലമ്മണ്ട് എല്ലാ ഭൂമിയും പൂർവ്വസ്ഥിതിയിലാക്കുന്നത് ജില്ലാ കളക്ടർ ഉത്തരവിട്ടാൽ എന്താ പരിധി? അതിന് CPM-ന്റെ DC ഉത്തരവിടല്. ഇവിടെ രേഖയല്ലേ ഇത്. ഞങ്ങൾ പറഞ്ഞത് റിയാദ് പറഞ്ഞ മാതിരി സമരം നടത്തി പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ ഇരിക്കില്ലല്ലോ. കൃത്യമായ രേഖ, എല്ലാ രേഖയും നിങ്ങൾക്ക് പരിശോധിക്കാം. എന്തൊക്കെ രേഖയാണ് വേണ്ടത്, എല്ലാ രേഖകളും, എല്ലാവരും ഉത്തരവ് കൊടുക്കും. ഇതിലിന്റെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നത് ഇതൊക്കെയാണ്. ഇദ്ദേഹത്തോട് പാർട്ടി എന്തെങ്കിലും വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? പരാതി എന്ന് പറയുന്നത് ഒരാൾ വീട് കെട്ടാൻ വേണ്ടി തറ കെട്ടുന്നു, തറ കെട്ടി തല്ലിപ്പൊളിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പോലീസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നു. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി 2ാം പ്രതിയായിട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാക്കി 2 പേരും CPM അനുഭാവികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ CPM എന്നുള്ള പാർട്ടി എന്ന നിലയ്ക്ക് ഇയാളോട് വിശദീകരണം ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞങ്ങൾ എന്തിനാണ് ഇവരോട് വിശദീകരണം ചോദിക്കേണ്ടത് എനിക്ക് മനസ്സിലായില്ല. ഈ തറ പൊളിച്ചതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ലാന്ന് വ്യക്തമാക്കി. CPIM-നോ CPIM-ന്റെ പ്രവർത്തകർക്ക് ഒരു പങ്കുമില്ല. ഒരു വിഷയം കാര്യങ്ങളൊന്നും ഇപ്പത്തിലില്ലാന്ന്. എന്റെ വിഷയം നിങ്ങൾക്കൊന്ന് അന്വേഷണം നടത്തിക്കോ. ഇത് വലിയൊരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് ഞങ്ങളുടെ മുന്നിലില്ല. ഇത് നിയമവിരുദ്ധമായ ഒരു പരിപാടിയാണ്. നിയമവിരുദ്ധം പറഞ്ഞാൽ നിങ്ങളോട് ആരാ പറഞ്ഞത്? അതല്ലേ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ പറഞ്ഞത് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് സുബേർ തകർത്തതിന് തെളിവുണ്ട്, കണ്ട സാക്ഷികളുണ്ട്, ഓക്കെ, നടപടി എടുക്കട്ടെ. അതിനപ്പുറം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കമ്മീഷൻ ഉണ്ടാക്കല പണി. സമീപനത്തിന്റെ പ്രശ്നമില്ലാന്നതിൽ ഇത് അന്വേഷിക്കേണ്ട കാര്യം വസ്തുത ക്ലിയർ അല്ലേ? പിന്നെ അതിനെന്തിനാ വേറെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു? നിയമപരമായ ഒരു വഴിക്ക് പോകുന്നു, മറ്റൊരു രീതിയിൽ ഒരു കേസ് ഉണ്ടാകുന്ന രീതിയിൽ ചോദിച്ചതാണ്. ഇപ്പോൾ കേസ് പറ്റ കേസ് ഞങ്ങളൊക്കെ പേരിൽ കേസ് ഇഷ്ടമായിരിക്കും. അത് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. റിയാസിന്റെ പേരിൽ 3 മാസം മുമ്പ് ഇവനെ അടിച്ച് തല പൊട്ടിച്ചിട്ട് മെഡിക്കൽ കോളേജിലായിരിക്കില്ലേ, അതുകൊണ്ട് അവന്റെ പേരിൽ അവന്റെ ജ്യേഷ്ഠന്റെ പേരിൽ കേസില്ലേ? 3 മാസം മുമ്പ് അത് അതിന്റെ പാട്ടിലെടുക്കും. അതിന് ഞങ്ങൾ അവരെ വീട്ടിന്റെ മുന്നിലോ അല്ലെങ്കിൽ ലീഗ് ഓഫീസിന്റെ മുന്നിലോ എവിടെയെങ്കിലും പോയി ഞങ്ങൾ സമരം നടത്തി നിയമപരമായി പോകേണ്ട കാര്യം നിയമപരമായി പോയിക്കോട്ടെ. നിങ്ങളുടെ മുന്നിൽ എല്ലാ രേഖയും ഇവിടെ ഉണ്ട്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ രേഖയില്ലല്ലോ, ഞങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയല്ല. അത് അവിടുത്തെ പൗരസമിതി കൊടുത്ത പരാതിയുടെ കണ്ടത്. അത് CPM അല്ലല്ലോ. നിങ്ങൾ നോക്ക്, 2021 കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിടുന്നത്. പിന്നെ എന്തതിൽ പ്രശ്നമുള്ളത്? പിന്നെ ഇങ്ങനെ അന്വേഷണ കമ്മീഷൻ വെക്കല പണി. ഈ സംഭവത്തിൽ ലീഗിന്റെ നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ടോ? ലീഗിന്റെ നേതാക്കന്മാർ അതൊന്നും നമുക്കറിയില്ല. ലീഗിന്റെ നേതാവ് ഇടപെട്ടത്. ലീഗാണ് ഇതിന്റെ പിന്നിൽ. CPIM-ന്റെ ഓഫീസിന്റെ മുന്നിൽ ഇവനെ കൊണ്ടുപോയിരുത്തിയത് ലീഗാണ്. അതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന. അതിപ്പോ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ചോളാം. ഒരു വിഷയമുണ്ട്, ആ വിഷയത്തിന് പാർട്ടി ഓഫീസിക്ക് സമരം നടത്തുന്നത് ഏതെങ്കിലും നാട്ടിൽ കേട്ടിട്ടുണ്ട്? ഇത് നിയമമുണ്ട്, കോടതി ഉണ്ട്, ആദ്യമുണ്ട്, കളക്ടറുണ്ട്, തഹസിൽദാർ എടുത്തു, എല്ലാ നിയമപരമായ സാധ്യതകളും ഇല്ലേ? ആ സാധ്യതകളിലും ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് പകരം DC ഓഫീസിക്ക് പോലെ ഞങ്ങളൊക്കെ പേര് ഉപയോഗിച്ചിട്ട് വ്യാജ പ്രചാരണം നടത്തുക.
അവിടെ അത്തരത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടായെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെന്താ സംശയം? ഞങ്ങൾ സമരം നടത്തിയില്ലേ? വെള്ളിയാമ്പറം മുതൽ കൊടിഞ്ഞു വരേണ്ട സ്ഥലങ്ങളിലൊക്കെ സമരം നടത്തി. അതിന് പലതരത്തിലും മതപരമായ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾക്കെതിരെ പ്രസ്താവന നടത്തി. അതിലൊന്നും ഞങ്ങൾ വ്യാപലാതിപ്പെട്ടിട്ടില്ല. നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമാണ്. ഇനിയും സമരം പ്രസ്തുത ഭൂമിക്ക് തൊട്ടടുത്തുള്ള ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട മറ്റു ഭൂമികൾ തരമാറ്റുന്നതിനെതിരെ നേരത്തെ ജനകീയ സമിതി രംഗത്തെത്തിയിരുന്നു. 2021 റീസർവേ നമ്പർ 397/1, 397/3 ഭൂമിയിൽ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ അനുമതി നൽകിയതിനെതിരെ ഇവർ പരാതി നൽകി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ, ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ, നനമ്പ്ര ലോക്കൽ സെക്രട്ടറി കെ ഗോപാലൻ, ലോക്കൽ കമ്മിറ്റി അംഗം PK സുബൈർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman. 0494 2462 916. Mobile 9037 917 916.